CPM-ന്റെ ചില യോഗങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ നമുക്കിപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അത് എത്രത്തോളം വിശ്വസിക്കാവുന്നതാണ് എന്നുള്ളതൊരു ഡിബേറ്റബിൾ ആണ്. പക്ഷേ എങ്കിൽ പോലും അതിൽ പറയുന്നൊരു കാര്യം, ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്നത് എന്നെയും പിണറായി വിജയനെ ഒന്ന് മാറ്റാം എന്നുള്ളത് നിങ്ങൾ കരുതണ്ട എന്നുള്ളതാണ്. ഉറപ്പായിട്ടും അതിന് മുൻപും പിൻപുമൊക്കെ നിരവധി വാക്കുകളുണ്ടാവും. ആ വാക്കുകൾ കളഞ്ഞിട്ടായിരിക്കും ഇവരത് എടുത്തിട്ടുണ്ടാവുക എന്നുള്ളത് ഉറപ്പാണ്. എങ്കിലും മാഷ് എങ്ങനെ കാണുന്നു ഈ ഒരു കാര്യത്തെ? കാരണം ഇപ്പോൾ ഒരു CPM-നകത്ത് ഈ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണെങ്കിൽ ഓരോ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും അതുപോലെ ബ്രാഞ്ചുകളിൽ നിന്നുമൊക്കെ തന്നെ നേതൃത്വത്തിനെതിരെ ഒരു പടയൊരുക്കം നടത്തുന്നു എന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷേ ആ പടയൊരുക്കം തന്നെ യഥാർത്ഥത്തിൽ പിണറായി വിജയനെതിരെ എന്നുള്ള നിലക്കിലേക്ക് വന്നിട്ടില്ല. പകരം ഒരു സംസ്ഥാന പാർട്ടി നേതൃത്വത്തിൻ്റെ കയ്യിൽ നിന്ന് നിരവധി മിസ്റ്റേക്കുകൾ വന്നിരിക്കുന്നു എന്ന് പറയുന്ന റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ടുകളൊക്കെ വന്നു എന്ന് പറയുമ്പോഴും ഞാനതിനെക്കുറിച്ചൊന്ന് വിശദമായി അന്വേഷിച്ചപ്പോൾ ഒരു ഏരിയ കമ്മിറ്റിയിൽ ഒരാൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ രണ്ടുപേർ എഴുന്നേറ്റ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇവർ പർവ്വതീകരിച്ച് റിപ്പോർട്ടായി കൊടുക്കുന്നത് എന്നുള്ളതാണ് ഒരു ഏരിയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ എന്നോട് തന്നെ പറഞ്ഞത്. പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത് പൊതുവെ മാധ്യമങ്ങൾ CPM-നെ അടിക്കാനുള്ള രണ്ടുപേർ എഴുന്നേറ്റ് എന്ന് പറഞ്ഞൊരു അഭിപ്രായമാണ്. അത് ഒരിക്കലും കമ്മിറ്റിയുടെ അഭിപ്രായമായിട്ട് ഇപ്പോൾ മുകളിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു CPM-നകത്ത് നടക്കുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയെ, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വാട്സാപ്പിലൂടെയും ഇമെയിലിലൂടെയും ഒക്കെ ജനങ്ങളുടെ കൂടി അഭിപ്രായം എടുക്കാനുള്ള ഒരു കാര്യത്തെ എന്താണ് മാഷ് അതിനെക്കുറിച്ച് വിചാരിക്കുന്നത്? അല്ല, പാർട്ടി ജനങ്ങളെ കേൾക്കുക എന്നത് ഒരു മാർക്സിസ്റ്റ് സമീപനമാണ്. പാർട്ടി ജനങ്ങളെ കേൾക്കുക എന്ന് പറയും. കാരണം ജനങ്ങൾ പറയുന്നത് കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനകീയമായ ഒരു മുഖമുണ്ടാകുകയുള്ളൂ. കാരണം ജനങ്ങളുടെ മുഖം ഉണ്ടാവണമെങ്കിൽ ജനങ്ങളുടെ ശബ്ദം ആ പാർട്ടിയിൽ നിന്ന് കേൾക്കാൻ കഴിയണം. അത് പക്ഷേ കുറേ കാലമായിട്ട് കേരളത്തിലെ CPM എന്ന് പറയുന്നതായിട്ടുള്ള പാർട്ടിയിൽ കേൾക്കാറില്ലായിരുന്നു. ജനങ്ങളല്ല സംസാരിക്കുന്നത്, പകരം നേതാക്കളാണ് സംസാരിക്കുന്നത്. നേതാക്കൾ എല്ലാവരും സംസാരിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല, ഒന്നോ രണ്ടോ നേതാക്കൾ ഒരാളെ സംസാരിക്കണം. സത്യത്തിൽ അത് പിണറായി വിജയനാണ്. അങ്ങനെ പിണറായി വിജയൻ മാത്രം സംസാരിക്കുകയും മറ്റെല്ലാവരും അതിൻ്റെ മെഗഫോണുകളായി മാറുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം കുറച്ച് കാലമായിട്ട് CPM-നകത്ത് ശക്തമാണ്. കാരണം ഒന്ന്, പിണറായി വിജയൻ 15 വർഷക്കാലമാണ് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട്. ആ 15 വർഷക്കാലം അദ്ദേഹം വളരെ കരുത്തനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പവർ പൊളിറ്റിക്സ് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഈ സെക്രട്ടറി കാലം അദ്ദേഹം നല്ല രീതിയിൽ വിനിയോഗിക്കുകയും പാർട്ടി എന്ന് പറയുന്നത് താൻ പറയുന്നതാണ് എന്ന തരത്തിലേക്ക് മാറ്റിയെടുത്തു എന്നുള്ളതാണ്. അതിന് ഗുണമുണ്ട്, ദോഷമുണ്ട്. ഗുണം എന്ന് പറയുന്നത് ഒറ്റക്കല്ലിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നതാണ്. ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ മാത്രം അഭിപ്രായമാണ് അവിടെ നടപ്പിലാക്കപ്പെടുന്നത്. അതുകൊണ്ട് അത് സ്വേച്ഛാധിപത്യ സ്വഭാവം പുലർത്തുന്നതായി മാറിത്തീരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ദോഷവശം. അത് കഴിഞ്ഞ് അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയായി. ഇപ്പോൾ മുഖ്യമന്ത്രിയായി കഴിയുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവം അനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സർക്കാരിനേക്കാൾ ശക്തം. സർക്കാർ എന്ത് ചെയ്യണം എന്ന് നിശ്ചയിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരിക്കും. എന്നുവെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ഈ അവസാന നാളുകളിൽ നമ്മൾ ഗോവിന്ദ മാസ്റ്ററായിരുന്നു. അതിക്ക് മുമ്പ് നമുക്കറിയാം കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്ന സമയത്ത് ആശയവിനിമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഒരു സമീപനം പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണൻ തമ്മിലുണ്ടായിരുന്നു. അപ്പോൾ പാർട്ടിയുടെ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് കേൾപ്പിക്കാനായിട്ട് കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞു. ഗോവിന്ദ മാസ്റ്റർ വരുമ്പോൾ ഗോവിന്ദ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ ഒരു വിധേയം മാത്രം. അങ്ങനെ വിധേയൻ മാത്രമായ ഒരാൾക്ക് വിജയൻ പറയുന്നത് കേൾക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനായിട്ട് കഴിയുമായിരുന്നില്ല. അങ്ങനെ പിണറായി വിജയൻ്റെ ശബ്ദം പാർട്ടിയിലും കേൾക്കാനായിട്ട്. അപ്പോൾ പല ആൾക്കാരും പല സ്ഥലത്തൊക്കെ എന്ന് ചോദിച്ചു, പാർട്ടി എവിടെ? ഞാൻ തന്നെ മെയിൻ സ്ട്രീം ചാനലിലൊക്കെ ചർച്ചയ്ക്ക് പോയ സമയത്ത് പാർട്ടിയുടെ ശബ്ദം കേൾക്കാനില്ല, സർക്കാരിൻ്റെ ശബ്ദം മാത്രം കേൾക്കുന്നു. സർക്കാരിൻ്റെ ഒരു ശബ്ദം ഉണ്ടാവും, ആ ശബ്ദം മാത്രം കേൾക്കുക. ആ സർക്കാരിനെ തിരുത്തേണ്ടത്, ആ സർക്കാരിനെ മാർഗനിർദ്ദേശം നൽകേണ്ടത് പാർട്ടിയാണ്. അങ്ങനെ പാർട്ടി ഇല്ലാതായി പോയെടുത്താണ് സർക്കാർ മാത്രം വരികയും സർക്കാരിനെതിരെ വികാരമുണ്ടാവുകയും അത് ഭരണവിരുദ്ധ വികാരമായി മാറിത്തീരുകയും ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കാറ്റിൽ അല്ലെങ്കിൽ കൊടുങ്കാറ്റിൽ CPM ഇടിഞ്ഞു വിളിഞ്ഞു വീണു. ചരിത്രത്തിൽ അസാധാരണമായിട്ടുള്ള വിജയമാണ് UDF-ന് നേടാനായിട്ട് 102 സീറ്റ് അവർക്ക് നേടാൻ കഴിഞ്ഞ അതിൻ്റെ അടിസ്ഥാനത്തിൽ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, തിരഞ്ഞെടുപ്പ് അവലോകനങ്ങൾ നടക്കും. അപ്പോൾ തിരഞ്ഞെടുപ്പ് അവലോകനങ്ങൾ നടക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ പത്രങ്ങൾ ഒരാളോ രണ്ടാളോ പറയുന്നുണ്ടാവുള്ളൂ. ഇപ്പോൾ 20-22 പേര് അല്ലെങ്കിൽ 21 പേരൊക്കെ ഉള്ളൊരു കമ്മിറ്റിയിൽ നിന്ന് 2 പേര് പറയുന്നുണ്ട്. 2 പേര് മതി. ഒരാൾ പോലും പറയാനില്ലാതിരുന്നതാണ് യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെ തകരാറിലായി മാറി. ഇപ്പോൾ ഒരാൾ പറയുന്നു
ആ അഭിപ്രായം കേൾക്കുന്നു, മറ്റുള്ളവർക്ക് അത് ശരിയാണോ തെറ്റാണോ തിരിച്ചറിഞ്ഞ് അതിനൊപ്പം നിൽക്കാനോ അതിനെതിരെ നിൽക്കാനോ ഒരു സാധ്യത ഉണ്ടാവുകയാണ്, പോസിബിലിറ്റി. ആ പോസിബിലിറ്റി മുമ്പുണ്ടായിരുന്നില്ല, ഇപ്പോൾ അതുണ്ടായി. അങ്ങനെ ചർച്ചകൾ വന്നു, പത്രങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം എടുത്തു കൊടുത്തു. അതുപോലെ തന്നെ മലയാള മനോരമ വളരെ കൃത്യമായിട്ട് അവർക്ക് താല്പര്യമുള്ള ഒരു കാര്യം ഗോവിന്ദ മാസ്റ്ററുടെ ഒരു വാചകമായിട്ട് പുറത്തു വന്നു. അതാണ് പറഞ്ഞ് എന്നെയോ പിണറായി വിജയനെയോ മാറ്റാം എന്ന് കരുതി നിങ്ങൾ നടക്കേണ്ടതില്ല, ആരും അങ്ങനെ തുള്ളണ്ട എന്നുള്ള രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെട്ടു. ശരിയായിരിക്കും, മാസ്റ്റർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് ആ ഉദ്ദേശത്തോടുകൂടി പറയുന്നതല്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഈ നേതാക്കളൊക്കെ മുഴുവൻ മാറ്റിയാൽ എന്ത് ചെയ്യും? പിന്നെ നേതാവില്ലാത്ത, നയിക്കാൻ ആളില്ലാത്ത ഒരു പാർട്ടിയായിട്ട് ഈ പാർട്ടി മാറിത്തരും. അപ്പോൾ അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ളത് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഭാഷാശൈലിയിലും അദ്ദേഹത്തിൻ്റെ ഇതേവരെയുള്ള രീതികളിലൊക്കെ നോക്കുന്ന സമയത്ത് അത് സ്വേച്ഛാധിപത്യ സമീപനമായി അതിൻ്റെ പ്രഖ്യാപനമായിട്ട് മാറിത്തരികയാണ് ചെയ്യുന്നത്. എന്നെയും പിണറായി മാറ്റാൻ നിങ്ങൾ വിചാരിക്കണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ പാർട്ടിയിൽ എങ്ങനെ മാറ്റത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും? അങ്ങനെ പറയാൻ പാടില്ല. അല്ല, പക്ഷെ അറിയേണ്ടത് ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞ, പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇപ്പോൾ ഗോവിന്ദ മാഷ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടാവുന്നു. കാരണം അദ്ദേഹം ഇപ്പം നാളെ യഥാർത്ഥത്തിൽ മാഷ അറിയേണ്ടത് ഏറ്റവും ഒടുവിൽ നമ്മുടെ റിപ്പോർട്ടർ ടിവിയുടെ ഡോക്ടർ അരുൺകുമാറായിട്ട് തന്നെ ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ പിണറായി വിജയൻ പറയുന്നുണ്ട് പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കും, ഇല്ലെങ്കിലില്ല. ഓക്കെ, അതൊക്കെ ഭംഗിയായി വാക്ക് പുറത്തു പറയുന്നതാണ് നമുക്ക് പറയാം. പക്ഷേ എങ്കിൽ പോലും തോറ്റാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? തോറ്റാൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗോവിന്ദ മാഷിനെ സംബന്ധിച്ചോളം ഇപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നാളെ ഒരു പത്രസമ്മേളനത്തിൽ ചോദിച്ചാലും നമ്മുടെ ഇവിടെയുള്ള നേതാക്കന്മാരിൽ ഇപ്പോൾ വളരെ അക്ഷോഭ്യനായി അല്ലെങ്കിൽ കുറച്ചുകൂടി ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്നതിന് ചിലപ്പോൾ ഒരു താത്വികമായിട്ടുള്ള കുറച്ച് ഇതൊക്കെ ചേർക്കുമെന്നുള്ള ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇത് മനോരമയെ അടർത്തിയെടുത്ത വാക്കുകൾ മാത്രമായിരിക്കില്ല, അതിന് മുമ്പും പിമ്പൊക്കെ വാക്കുകൾ ഉണ്ടാവുന്നതാണ്. രണ്ടാമതൊരു കാര്യം മാഷ് പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയത്, ഈ പാർട്ടിയുടെ ഒരു 10 കൊല്ലത്തെ ഭരണത്തിൽ പാർട്ടിക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു പാളിച്ചെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗവൺമെന്റിനെ ന്യായീകരിക്കുക മാത്രമാണ് ഞങ്ങളുടെ പണി എന്നുള്ള ലെവലിലേക്ക് പാർട്ടി എത്തിച്ചേർന്നു. അതുകൊണ്ടാണ് പല സമയത്തും ഈ പാർട്ടി എന്ന് പറയുന്നത് സർക്കാരിന്റെ PR മെഷീനറിയായി മാറിയെന്ന്. അല്ല, അതിൽ തന്നെ ഒരു വലിയ പിഴവ് കൂടി സംഭവിച്ചു എന്ന് ഞാൻ വിചാരിക്കണേ. ആ പിഴവ് സംഭവിച്ചെന്ന് വെച്ചാൽ മാധ്യമങ്ങൾ വളരെ തന്ത്രപരമായി ചെയ്തിട്ടുള്ള ഒരു പണി കൂടിയുണ്ട്. ആ പണി പാർട്ടിയിൽ നിന്നുള്ള ഔദ്യോഗിക വക്താക്കളെ ഒന്നും തന്നെ വിളിക്കാതിരിക്കുകയും അതേസമയം ഒരു നിരീക്ഷകർ, ഇടതുപക്ഷ നിരീക്ഷകർ എന്നുള്ള നിലക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിയുടെ ചരിത്രമോ പാർട്ടിയുടെ ഹിസ്റ്ററിയോ ഒന്നും അറിയാത്ത, ചിലപ്പോൾ പേരൊന്നും പറയുന്നില്ല, വേണമെങ്കിൽ പേര് പറയാം. അപ്പൊ അത്തരത്തിലുള്ള പല ആളുകളെയും എടുത്ത് ഇവർ വിളിച്ചുകൊണ്ടിരുത്തുകയും അവരെ ചർച്ചകളിലിട്ട് ചവിട്ടിക്കൂട്ടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി ഒന്നും ശ്രദ്ധിച്ചില്ല. പാർട്ടി വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താ? കാരണം ബാക്കിയുള്ള കാണുന്ന ഒരു സാധാരണ പ്രേക്ഷകൻ വിചാരിക്കുന്നത് എന്താ? പാർട്ടിയോടെ പരാജയപ്പെട്ടു എന്നാണ്. പക്ഷെ പാർട്ടി അത് മനസ്സിലാക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ 2 കാര്യമാണ് എനിക്ക് അതിന് തോന്നിയിട്ടുള്ളത്. ഒന്ന്, വേണ്ട രീതിയിൽ ആവശ്യമുള്ള മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ ഇരുത്തി ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് അവധാനതയോടുകൂടി അവതരിപ്പിക്കേണ്ട ആളുകളെ പരിപാടിക്ക് വിട്ടൂല. രണ്ടാമത്തത്, പാർട്ടി വേറൊരു ആക്ടിവിറ്റിയും ഏറ്റെടുക്കാതെ യഥാർത്ഥത്തിൽ ഇത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ള നിലക്ക് എടുത്തു. ഇനി ഇതിൽ മൂന്നാമതൊരു കാര്യം കൂടി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത്, കേന്ദ്ര ഗവൺമെന്റിനെതിരെ നിരവധി സമരങ്ങൾ നടത്താനുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടും അത്തരം സമരങ്ങളിലേക്കും പാർട്ടി പോയില്ല. കാരണം ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടേക്കുള്ള ഫണ്ടിന്റെ അലോക്കേഷൻ കുറച്ചത്, അതിനെക്കുറിച്ച് പറയാനായിട്ട് ഒരു മന്ത്രിസഭ കേരളം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ പാർട്ടിക്ക് അതിനേക്കാൾ വലിയ ഉത്തരവാദിത്വമുണ്ട്. അതിന്റെ 7.5 ലക്ഷം മെമ്പർമാരെ വീടുകളിലേക്ക് അയച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ. അപ്പൊ അത്തരത്തിൽ വളരെ അലസമായിട്ടുള്ള ഒരു സമീപനങ്ങളിലേക്ക് കൂടി പാർട്ടി കടന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണം എന്ന് പറയുന്നത്, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇദ്ദേഹം തന്നെ ഗോവിന്ദ മാഷ് തന്നെ പറഞ്ഞേക്കുന്നത്, റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞേക്കുന്നത്, വീട് കയറാൻ തീരുമാനിച്ചിട്ട്, ഒന്ന് ആലോചിച്ച് നോക്കണം, പാർട്ടിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല, അത് ശരിയാണെങ്കിൽ വീട് കയറാൻ തീരുമാനിച്ചിട്ട് വീട് കയറാൻ കഴിഞ്ഞില്ല, പകരം 30% വീട് കയറാൻ കഴിഞ്ഞുള്ളതാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു 10 മാസം കൊണ്ട് 10 കൊല്ലങ്ങൾ കൊണ്ട് വന്ന ഒരലസത ഈ പാർട്ടിയെ കൂടി ബാധിച്ചിട്ടതാണ്. ഇനി ഇതിന് തൊട്ടുമുമ്പത്തെ ഒരു സിറ്റുവേഷൻ കൂടി നമ്മൾ കാണണം. അത് VS അച്യുതാനന്ദൻ ഭരിച്ചപ്പോഴാണ്. ഇപ്പൊ VS അച്യുതാനന്ദന്റെ സമയത്ത് അദ്ദേഹത്തെ മറ്റേ നമ്മുടെ മൂന്നാർ ദൗത്യത്തിന്റെ ഒക്കെ തലവനായിരുന്ന സുരേഷ് കുമാർ ഇപ്പൊ പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സമയത്ത് നമുക്കറിയാലോ പിണറായി വിജയനാണ് സെക്രട്ടറി ആയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ ഒരു വളരെ ക്ലീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പക്ഷേ ഓവറായിട്ടുള്ള ഒരു ഓഡിറ്റിങ്ങിന് എന്ത് ചെയ്തിരുന്നു, മുഖ്യമന്ത്രി ഗവൺമെന്റ് വിധേയമായിരുന്നു. എന്നാൽ
നേരെ തിരിച്ച് പിണറായി വിജയൻ ആയപ്പോഴേക്കും തോന്നുന്നുണ്ടെങ്കിൽ 10-15 കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിരുന്നു, അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് വരുന്നു. സോ അദ്ദേഹത്തിന്റെ മുകളിലേക്ക് വേറൊരാൾ ഇവിടെ ഇല്ല എന്നുള്ള നിലക്ക് കോടിയേരിയായപ്പോൾ മാഷ് പറഞ്ഞ പോലെ പിന്നെയും ഒരു ഈക്വൽ ടേംസിലുള്ള സംസാരം നടന്നിരുന്നു. പക്ഷെ അതുപോലും ഇല്ലാത്ത ലെവലിലേക്ക് മാറിയോ എന്ന് പറയുന്ന സംശയവും പാർട്ടിക്ക് വലിയ തോതിൽ ദോഷം ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അല്ല, ഇപ്പൊ തന്നെ ഞാൻ കണക്കാക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സർവകലാശാലകളിൽ മുഴുവനും ഗവർണർക്ക് ഇഷ്ടമുള്ള ആളുകൾ നിയമിക്കുന്ന സമയത്ത് അതിനെതിരെ പ്രതിപക്ഷ നേതാവെല്ലാം മാത്രം സംസാരിക്കുകയല്ല ചെയ്യേണ്ടത്, പാർട്ടി സംസാരിക്കണം. പാർട്ടി സംസാരിക്കാൻ മാത്രമല്ല, പാർട്ടി സമരം ആരംഭിക്കണം. അതൊന്നും പാർട്ടി ചെയ്യണില്ല ഇപ്പോഴും. അല്ല, പാർട്ടിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് മുഴുവൻ തകിടം മറിഞ്ഞ് കിടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അല്ല, മാഷ് പറഞ്ഞ പോലെ ഏതാണ്ടൊരു കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് അധികാരത്തിന്റെ സൗകര്യങ്ങൾ കിട്ടിയിട്ടുള്ള നേതാക്കന്മാരാണ് ഈ പറയുന്ന എല്ലാ മറ്റേ നമ്മുടെ SFIയും DYFIയിലും ഒക്കെ ഉണ്ടായത്. അപ്പോൾ അവരെ ഇനി ഒരു സമരോത്സുക യൗവനമാക്കി മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അവരിപ്പോൾ സമരം ചെയ്യുന്നില്ല എന്നല്ല, പക്ഷെ മാഷ് പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള SFIയുടെയോ DYFIയുടെയോ ഒക്കെ സമരങ്ങളുടെ മാതൃകയിലേക്ക് അവർ വരുന്നില്ല. അതിന് 2 കാരണം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, മാഷ് പറഞ്ഞ ഈ 10 കൊല്ലത്തെ ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇക്കാലത്ത് പണ്ടത്തെ പോലെയുള്ള സമരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മാധ്യമങ്ങളുടെ ഇടക്ക് ഒരു എതിരായിട്ടുള്ള പ്രചരണങ്ങളിലേക്കും എത്തിച്ചേർന്നേക്കാം. അതുകൊണ്ട് സമരം ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നില്ല. അത് ചെയ്യണത് ശരിയാ, അത് ആ പറയുന്നത് ശരിയല്ല. കാരണം വെച്ചാൽ സമരം ചെയ്യുന്നത് കൊണ്ട് മാധ്യമങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വാർത്ത നിർമ്മിക്കാനൊന്നും കഴിയില്ല. സമരം ചെയ്യാൻ അറിയാൻ പാടുണ്ടാവണം. അല്ല, അതിനനുസരിച്ച് അവർ സമരം ചെയ്യുകയും ചെയ്താൽ മാധ്യമങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ED വന്ന സമയത്ത് അവിടെ ഇടിച്ചു കയറി അലമ്പണ്ട ആ സൈസ് സമരം കൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരിക്കലും സൽപ്പേരുണ്ടാവില്ല, ഉള്ള ഗുഡ്വില്ല് നശിക്കുകയുള്ളൂ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഈ വിഷയം നമ്മളിപ്പോൾ ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും വലിയ മാറ്റം വരുത്താൻ പോകുന്ന സാധനമാണ്. അതിനെതിരെ CPM എന്ത് നിലപാടുണ്ട്? CPM എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? അല്ലാണ്ട് SFIക്കാരെ കുറച്ച് കൊടിവെട്ടി അവരെ പോയി അല്ല, മാഷ് പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഞാൻ സമ്മതിക്കുന്നു. ഒന്ന്, ആദ്യം പറഞ്ഞ മാഷ് പറഞ്ഞതിലെ ഒരു ഫാക്ടർ ഉണ്ട്. കാരണം പാർട്ടി ഇതിനെതിരെ ഒന്നടങ്കം രംഗത്ത് വരേണ്ടതാണ്. അങ്ങനെ പാർട്ടി ഒരു കാലത്തും രംഗത്ത് വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ അത് ഗവൺമെന്റിൽ ഇരിക്കുമ്പോഴും ഉണ്ട്. കാരണം ഈവൻ കേന്ദ്ര ഗവൺമെന്റിലുള്ള ഒരു സമരത്തിന് മന്ത്രിമാരും തന്നെ ഒന്ന് വർത്താനം പറയില്ല. പകരം ഞങ്ങളൊക്കെ എന്തോ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ സാധാരണ ആളുകൾ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞ ധാരണയുണ്ട്. ഒന്ന്. രണ്ടാമത് ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പഴയ പോലെ SFI സമരം ചെയ്താൽ ഇപ്പോൾ നാളെ ഒരു ലാത്തി ചാർജോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ജനശ്രദ്ധ പിടിച്ചു പറ്റാമെന്ന് പറഞ്ഞാലോ നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ മാധ്യമങ്ങളുടെയും അജണ്ടകൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാഷ് പറഞ്ഞ പോലെ ഇക്കാലത്ത് ആ മാധ്യമങ്ങളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ, എന്നാൽ ജനങ്ങളിലേക്ക് മെസ്സേജ് കൺവേ ചെയ്യുന്ന രീതിയിൽ വളരെ സംയമനത്തോടുകൂടി എങ്ങനെ സമരം ചെയ്യണം എന്നുള്ളത് കൂടി പഠിക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്നുള്ളതാണ്. അല്ല, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് പരമ്പരാഗത രീതികൾ കൊണ്ട് ഇനി തിരിച്ചൊരു സാധ്യമല്ല CPM. അതെ, അത് പുതിയ രീതികൾ അവരുടെ ഒന്ന് എല്ലാ സ്ഥലത്തും പഴയ സംഘടനാ സംവിധാനം തന്നെ തളർന്ന് തരിപ്പണായി കിടക്കുകയാണ്. ഇല്ല, ഈ സാധനം പഴയ സംഘടന എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ല. ഒരു മെസ്സേജ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ പാർട്ടി തന്നെ പറയോ 30% വീട് കയറിയിട്ടുള്ളൂ, പാർട്ടി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം മേഖലകളിലൊക്കെ മാറ്റം വരുത്തി. അതേപോലെ തന്നെ നേതാക്കൾ തിരിച്ചറിയണം, നേതാക്കൾ സ്വയം തിരുത്തണം, അല്ലെങ്കിൽ അണികൾ തിരുത്തണം എന്നൊക്കെ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ ഒരു മൂല്യമുണ്ട്, കമ്മ്യൂണിസ്റ്റ് മൂല്യം എന്ന് പറയുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് മൂല്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായിട്ട് ഈ പാർട്ടി മാറാതെ ഈ പാർട്ടിക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല. അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന സർക്കാരിനെ വിമർശിക്കൽ മാത്രമല്ല CPMൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. CPM എന്ന് പറയുന്നതിനെ പുനർനിർണയിക്കുകയും യഥാർത്ഥത്തിൽ പുനർനിർവചനം നൽകുകയും ചെയ്യേണ്ടത്. എന്താണ് CPM എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന തരത്തിൽ ഓരോരോ കാര്യങ്ങൾ പറയാം. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് കാര്യം പറയുമ്പോൾ കഴിഞ്ഞ 10 കൊല്ലത്തെ കാര്യം എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, CPMനെ എതിർക്കുന്നത്. നിങ്ങളത് ചെയ്തപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, മറ്റല്ലേ മറിച്ചല്ലേ. അതൊന്നും അല്ല ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം CPMൻ്റെ. CPM എന്താണ് റീഡിഫൈൻ, അതാണ് എനിക്ക് പറയാനുള്ള വാക്കെന്ന് പറയുന്നത്. ഇത് ഇന്നതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഇവർക്കൊരു തിരിച്ചൊരു സാധ്യതയുള്ളൂ. മറ്റത് അപ്രസക്തമാണ് ബാക്കിയുള്ള കാര്യം. അല്ല, മാഷ് പറഞ്ഞ പോലെ ഒരു കാര്യം ആണ് പാർട്ടിയുടെ മുമ്പിലുള്ളത്. പക്ഷെ അത് നടപ്പാക്കൽ, എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. കാരണം എന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞ ഏറ്റവും കുറഞ്ഞ പക്ഷം ലോക്കൽ സെക്രട്ടറി മുതൽ ഏരിയ സെക്രട്ടറി മുതൽ അങ്ങോട്ട് ഉള്ള നേതൃത്വങ്ങളിൽ മുഴുവൻ ഈ പറയുന്ന കുഴപ്പങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് അത് തിരുത്തുക എന്ന് പറയുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്.
കൂടാതെ അതേസമയം തന്നെയാണ് തൊട്ട് സൈഡിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പ്രോ സംഘപരിവാർ അജണ്ടകളും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും അടക്കം എല്ലാ അതുപോലെ ഒരു ഇപ്പോൾ സംഘപരിവാറിന് മാത്രമല്ല ഒരു പ്രോ ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസത്തിൻ്റെയൊക്കെ വളർച്ചയും അടക്കമുള്ള നിരവധി കാര്യങ്ങളെ എതിരിട്ടുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ട് നിന്ന് എതിരിട്ടുകൊണ്ട് വളർന്നു വരാൻ കഴിയുന്ന ഒരു ശക്തിയാക്കി മാറ്റണം എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞായിരുന്നു. ഇത് ഏറെക്കുറെ നമുക്ക് അസാധ്യം എന്ന് തോന്നുന്ന ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. പക്ഷേ ഈ അസാധ്യമായ കാര്യം ചെയ്താൽ മാത്രമാണ് ഇവർക്ക് സാധ്യമാവുള്ള പ്രവർത്തനം. അതാണ് പ്രശ്നം.